നമസ്കാരം. നമ്മൾ ഇക്കോസിസ്റ്റം എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇക്കോസിസ്റ്റത്തിലെ ഒരു പുതിയ ടോപ്പിക്കാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, ഇക്കോളജിക്കൽ സക്സഷൻ. എന്താണ് ഇക്കോളജിക്കൽ സക്സഷൻ? ഇക്കോളജിക്കൽ സക്സഷനെ ഡിഫൈൻ ചെയ്താൽ ഇറ്റ് ഈസ് ദി ഗ്രാജുവൽ ആൻഡ് ഫെയർലി predictable changes in the species composition of a given area. എന്താണ്? Gradual and fairly predictable changes in the species composition of a given area. സ്പീഷീസ് കോമ്പോസിഷൻ എന്താണെന്ന് നിങ്ങൾ ഇക്കോസിസ്റ്റത്തിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ? ഒരു ഏരിയയിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ക്രമമായി ഏതൊക്കെ സ്പീഷീസുകളാണ് അവിടെ വരുന്നത് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്രമം അനുസരിച്ച് ഒരു ക്രമത്തിൽ പുതിയ പുതിയ സ്പീഷീസുകൾ വന്ന് ഒരു ഏരിയയിൽ ഒരു ബയോട്ടിക് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് അറിയപ്പെടുന്നത്. ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ സക്സഷനിൽ സം സ്പീഷീസ് കോളനൈസ് ചെയ്യും ആൻഡ് ദെയർ പോപ്പുലേഷൻ ബിക്കം മോർ ന്യൂമറസ്. കോളനൈസ് ചെയ്യുന്ന സ്പീഷീസിൻ്റെ പോപ്പുലേഷൻ വളരെ കൂടുകയും whereas populations of some other species decline and even disappear. അതാണ് ഒരു സക്സഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഡ്യൂറിങ് സക്സഷൻ സം സ്പീഷീസ് കോളനൈസ് ആൻ ഏരിയ. ആ കോളനൈസ് ചെയ്യുന്ന സ്പീഷീസിൻ്റെ പോപ്പുലേഷൻ്റെ നമ്പർ കൂടുകയും ചില സ്പീഷീസുകൾ ഡിക്ലൈൻ ചെയ്യുകയും ചിലപ്പോൾ എന്ത് ചെയ്യുകയും ചെയ്യും, ഡിസപ്പിയർ ചെയ്യുകയും ചെയ്യും. സക്സഷനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ടൈപ്സ് ഓഫ് സക്സഷൻ. There are two types of succession, primary succession and secondary succession. എന്താണ് primary succession? Succession process that starts in an area where no living organisms ever existed. ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ് ഒരു ഏരിയയിൽ. ആ ഏരിയയിൽ there is no living organisms ever existed. ഇന്ന് വരെ ആ ഏരിയയിൽ ഒരു ലിവിങ് ഓർഗാനിസം പോലും എക്സിസ്റ്റ് ചെയ്തിരുന്നില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നതാണ് പ്രൈമറി സക്സഷൻ എന്ന് നമ്മൾ പറയുന്നത്. എന്താണ്? സക്സഷൻ പ്രോസസ് സ്റ്റാർട്ട്സ് ഇൻ ആൻ ഏരിയ. ഒരു ഏരിയയിൽ സക്സഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആ ഏരിയയുടെ പ്രത്യേകത എന്താണ്? വേർ ദർ ഈസ് നോ ലിവിങ് ഓർഗാനിസംസ്. അവിടെ ലിവിങ് ഓർഗാനിസംസേ ഇല്ലായിരുന്നു. നോ ലിവിങ് ഓർഗാനിസംസ് എവർ എക്സിസ്റ്റഡ് ദയർ. അപ്പോൾ എവിടെയായിരിക്കും, ഏതൊക്കെ പ്ലേസുകളിലായിരിക്കും സക്സഷൻ, പ്രൈമറി സക്സഷൻ നടക്കുന്നത്? നോക്കിക്കേ, കൂൾഡ് ലാവ. അഗ്നിപർവ്വത സ്ഫോടനം നടക്കുമ്പോൾ ഒഴുകുന്ന ലാവ തണുത്തുറഞ്ഞ് കൂൾഡ് ലാവ ആയിട്ട് മാറും. ആ സ്ഥലത്ത് ആ കൂൾഡ് ലാവയിൽ പുതിയതായിട്ടൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്, സക്സഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ദാറ്റ് ഈസ് പ്രൈമറി സക്സഷൻ. ഇപ്പുറത്ത് നോക്കൂ, ബയർ റോക്ക് അല്ലേ ലേബൽ ചെയ്തേക്കുന്നത്, ഒരു വലിയ പാറ, ഒരു ഓർഗാനിസം പോലുമില്ല, ഒരു ലിവിങ് ഓർഗാനിസം പോലും ഇല്ല അതിനകത്ത്. അങ്ങനെ ഒരു ബയർ റോക്കിൽ സക്സഷൻ തുടങ്ങാൻ പോവുകയാണ്, കമ്മ്യൂണിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്, സ്പീഷീസ് കോമ്പോസിഷൻ നടക്കാൻ പോവുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് പ്രൈമറി സക്സഷൻ. ഇവിടെയൊന്നും നേരത്തെ എന്തില്ലായിരുന്നു, ലിവിങ് ഓർഗാനിസംസ് ഇല്ലായിരുന്നു. നോക്കൂ, ന്യൂലി ക്രിയേറ്റഡ് പോണ്ട്, പുതിയതായി ക്രിയേറ്റ് ചെയ്ത ഒരു കുളം, അല്ലെങ്കിൽ ന്യൂലി ക്രിയേറ്റഡ് റിസർവോയർ, പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത അല്ലെങ്കിൽ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ജലസംഭരണി. ഇവിടങ്ങളിലൊക്കെ മുൻപ് ദർ ഈസ് നോ ലിവിങ് ഓർഗാനിസംസ്, മുൻപ് അവിടെ ഒരു ലിവിങ് ഓർഗാനിസവും ഇല്ലായിരുന്നു. ഇനി പുതിയതായി ലിവിങ് ഓർഗാനിസംസ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് തുടങ്ങുകയാണ്. ഇതിനെയാണ് നമ്മൾ പ്രൈമറി സക്സഷൻ എന്ന് പറയുന്നത്.
എന്താണെന്ന് മനസ്സിലായല്ലോ? പ്രൈമറി സക്സഷൻ എന്താണ്? സക്സഷൻ സ്റ്റാർട്ട്സ് ഇൻ ആൻ ഏരിയ വെയർ ദർ ഈസ് നോ ലിവിങ് ഓർഗാനിസംസ് എക്സിസ്റ്റഡ് ബിഫോർ. എക്സാമ്പിൾ ഏതൊക്കെയാണ്? പ്രൈമറി സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലങ്ങൾക്ക് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? കൂൾഡ് ലാവ, ബയർ റോക്ക്, ന്യൂലി ക്രിയേറ്റഡ് പോണ്ട് ആൻഡ് ന്യൂലി ക്രിയേറ്റഡ് വാട്ടർ റിസർവോയർ. പ്രൈമറി സക്സഷൻ ഇസ് എ സ്ലോ പ്രോസസ്സാണ്. വളരെ സാവകാശം മാത്രമേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് വരുള്ളൂ. എന്തായിരിക്കും കാരണം? ഒരു പുതിയ സ്പീഷീസ് ഡെവലപ്പ് ചെയ്ത് വരണമെങ്കിൽ, ഒരു പുതിയ ലിവിങ് ഓർഗാനിസം ഉണ്ടായി വരണമെങ്കിൽ ആദ്യം എന്താ വേണ്ടത്? ദർ മസ്റ്റ് ബി സോയിൽ. സോയിൽ ഉണ്ടാകണം. സോയിൽ ഫോർമേഷൻ ടേക്സ് പ്ലേസ് ഇൻ 100 to thousands of years. ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് വർഷങ്ങൾ എടുത്താണ് മണ്ണുണ്ടാകുന്നത്. ഫെർട്ടൈൽ സോയിൽ ഉണ്ടാകണം. അപ്പോൾ സോയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ലിവിങ് ഓർഗാനിസംസ് ഉണ്ടായി വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രൈമറി സക്സഷൻ ഇസ് എ വെരി സ്ലോ പ്രോസസ്സ്. ഒരു സ്ലോ പ്രോസസ്സാണ്. നമ്മൾ ഇപ്പോൾ ഒരു ബയർ റോക്കിൽ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. ഒരു ബയർ റോക്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ ആദ്യം ഈ ബയർ റോക്കിൽ വളരാൻ അനുയോജ്യമായ ചില ലൈക്കൻസ് പോലുള്ള ചെടികളായിരിക്കും ആദ്യം ഉണ്ടാകുക. പിന്നീട് അടുത്ത സ്പീഷീസ് ഉണ്ടാകണമെങ്കിൽ ദർ ഷുഡ് ബി സം സോയിൽ, കുറച്ച് സോയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ സോയിൽ ഫോർമേഷൻ വളരെ പതുക്കെയാണ് ഈ ബയർ റോക്കിൽ നടക്കുന്നത്. അപ്പോൾ സോയിൽ അക്യൂമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്പീഷീസ് വരും. അങ്ങനെ ഓരോ സ്പീഷീസായിട്ട് മാറി ഒരു ബയർ റോക്ക് സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സിമ്പിൾ ഓർഗാനിസത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനം ഒരു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയിൽ എത്തിപ്പെടും. പക്ഷേ ആ ഒരു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയിലോട്ട് ഈ സക്സഷൻ എത്തിപ്പെടണമെങ്കിൽ ഇറ്റ് ടേക്സ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്. ദാറ്റ് മീൻസ് പ്രൈമറി സക്സഷൻ ഈസ് എ സ്ലോ പ്രോസസ്. ദെൻ രണ്ടാമത്തെ സക്സഷനാണ് സെക്കൻഡറി സക്സഷൻ. പ്രൈമറി സക്സഷൻ ഞാൻ പറഞ്ഞു, സക്സഷൻ സ്റ്റാർട്ട്സ് ഇൻ ആൻ ഏരിയ where there is no living organisms before, അല്ലേ? അപ്പോൾ സെക്കൻഡറി സക്സഷൻ എന്തായിരിക്കണം? പേരിൽ തന്നെയുണ്ട് സെക്കൻഡറി. സക്സഷൻ സ്റ്റാർട്ട്സ് ഇൻ ആൻ ഏരിയ where natural biotic communities have been destroyed. Once there was a community. ഒരിക്കൽ അവിടെ ഒരു ലിവിങ് കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ ആ ലിവിങ് കമ്മ്യൂണിറ്റി നശിച്ചുപോയി. അപ്പം നഷ്ടപ്പെട്ട ആ ലിവിങ് കമ്മ്യൂണിറ്റി നശിച്ചു പോയ സ്ഥലത്ത് പുതിയതായിട്ടൊരു കമ്മ്യൂണിറ്റി ഉണ്ടാകുകയാണ്. സെക്കൻഡറി, അതാണ് നമ്മൾ സെക്കൻഡറി എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡറി സക്സഷൻ നടക്കുന്ന ചില പ്ലേസസ് ഏതൊക്കെയായിരിക്കും? നോക്കൂ, അബാൻഡൻ ഫാം ലാൻഡ്, ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന, കൃഷിയെല്ലാം ചെയ്തു കഴിഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന ഒരു ഫാം ലാൻഡ്. നേരത്തെ അവിടെ കൃഷിയായിരുന്നു, വെജിറ്റേഷൻ ഉണ്ടായിരുന്നു, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റ് സ്പീഷീസുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ബയോട്ടിക് കമ്മ്യൂണിറ്റി ഉണ്ടായ സ്ഥലത്ത് ഇപ്പോൾ അബാൻഡൻഡ് ആയിട്ട് കിടക്കുന്ന ആ സ്ഥലത്ത് രണ്ടാമതായിട്ടൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്താൽ ദാറ്റ് ഈസ് കോൾഡ് സെക്കൻഡറി സക്സഷൻ. നോക്കൂ, അടുത്ത ചിത്രപ്പടം കാണിച്ചേക്കുന്ന എന്താണ്? കട്ട് ഫോറസ്റ്റ്, അല്ലേ? ഇനി ഈ കാണിച്ചേക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ബേൺ ഫോറസ്റ്റ്, കത്തിക്കരിഞ്ഞ വനം, ഫ്ലഡഡ് ലാൻഡ്, വെള്ളപ്പൊക്കം വന്ന് നശിച്ചു പോയ ഒരു ലാൻഡ്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഓൾറെഡി ദർ വാസ് എ കമ്മ്യൂണിറ്റി ബിഫോർ. നേരത്തെ അവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, അത് ഡിസ്ട്രോയ് ചെയ്തു പോയി. അങ്ങനെയുള്ള ഒരു ഏരിയയിൽ ഇനി പുതിയതായിട്ടൊരു കമ്മ്യൂണിറ്റി തുടങ്ങുകയാണ് എങ്കിൽ, ഒരു സക്സഷൻ സ്റ്റാർട്ട് ചെയ്താൽ ദാറ്റ് ഈസ് കോൾഡ് സെക്കൻഡറി സക്സഷൻ. അപ്പോൾ എന്താണ് സെക്കൻഡറി സക്സഷൻ? Secondary succession starts in an area where there have been community. Already there have been a community that is destroyed. Example ഏതൊക്കെയാണ്? സെക്കൻഡറി സക്സഷൻ നടക്കുന്ന സ്ഥലങ്ങൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? abandoned farmland, cut forest, burned forest, flooded land, etc.
നേരത്തെ പറഞ്ഞു പ്രൈമറി സക്സഷൻ ഈസ് എ സ്ലോ പ്രോസസ്സ് അല്ലേ. പ്രൈമറി സക്സഷൻ വളരെ സാവധാനമേ നടക്കുകയുള്ളൂ. ഇറ്റ് ടേക്സ് പ്ലേസ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എന്ന് പറഞ്ഞു. എന്നാൽ സെക്കൻഡറി സക്സഷൻ നമ്മൾ പ്രൈമറി സക്സഷനുമായി കമ്പയർ ചെയ്യുമ്പം ഇറ്റ് ഈസ് ഫാസ്റ്റർ. അത് വളരെ വേഗം നടക്കും, ഫാസ്റ്റർ ദാൻ പ്രൈമറി സക്സഷൻ. എന്തുകൊണ്ടായിരിക്കും പറയാമോ? പ്രൈമറി സക്സഷനിൽ ഞാൻ പറഞ്ഞു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവിടെ എന്തുണ്ടാകണം, ആദ്യം എന്ത് ഫോം ചെയ്യണം? സോയിൽ ഫോം ചെയ്യണം അല്ലേ. അപ്പോൾ പ്രൈമറി സക്സഷനിൽ സോയിൽ ഫോം ചെയ്തിട്ട് വേണം ഓരോ കമ്മ്യൂണിറ്റികളായി ഡെവലപ്പ് ചെയ്ത് വരാൻ. സെക്കൻഡറി സക്സഷനിൽ ഓൾറെഡി ദർ ഈസ് സോയിൽ, അവിടെ സോയിലുണ്ട്. അതുകൊണ്ട് തന്നെ സെക്കൻഡറി സക്സഷൻ ഈസ് ഫാസ്റ്റർ ദാൻ പ്രൈമറി സക്സഷൻ. പ്രൈമറി സക്സഷനേക്കാളും ഫാസ്റ്ററായിട്ടാണ് സെക്കൻഡറി സക്സഷൻ നടക്കുന്നത്. അതുമാത്രമല്ല, ഓൾറെഡി അവിടെ സോയിലുണ്ട്. ആ സോയിലിൻ്റെ കണ്ടീഷൻ ഓഫ് ദി സോയിൽ, അവൈലബിലിറ്റി ഓഫ് ദി സോയിൽ, അവിടെ ചിലപ്പോൾ സീഡ്സ് ഉണ്ടാകാം, പ്രൊപ്പഗ്യൂൾസ് പ്രസൻ്റ് ആയിരിക്കാം, വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് പ്രസൻ്റ് ആയിരിക്കാം. അപ്പോൾ ഏതൊക്കെ സ്പീഷീസ് അവിടെ വരണം, ആ സെക്കൻഡറി സക്സഷനിൽ ഏതൊക്കെ പുതിയ സ്പീഷീസുകൾ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കണ്ടീഷൻ ഓഫ് ദി സോയിൽ, the availability of the soil, and also the seeds and propagules present there. Clear ആയോ പറഞ്ഞത്? There are two types of succession, primary succession and secondary succession. Then നമ്മൾ ഇനി പറയുന്നത് succession of plants ആണ്. Based on the nature of habitat, there are two types of succession in plants. Habitat ബേസ് ചെയ്തിട്ട് പ്ലാന്റ്സിലെ സക്സഷനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദേ ആർ ഹൈഡ്രാർക്ക് സക്സഷൻ ആൻഡ് സീറാർക്ക് സക്സഷൻ. സക്സഷൻ ഓഫ് പ്ലാന്റ്സ് ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് ഹാബിറ്റാറ്റ്, ദർ ആർ ടു ടൈപ്സ് ഓഫ് സക്സഷൻ ഇൻ പ്ലാന്റ്സ്. ഏതൊക്കെയാണ്? ഹൈഡ്രാർക്ക് സക്സഷൻ ആൻഡ് സീറാർക്ക് സക്സഷൻ. ആദ്യത്തെ നമുക്ക് നോക്കാം, ഹൈഡ്രാർക്ക് സക്സഷൻ. Succession takes place in wetter area or aquatic area is called hydrarch succession. ഒരു ബയോട്ടിക് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നത് ഒരു വെറ്റർ ഏരിയയിലാണ് എങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഹൈഡ്രാർക്ക് സക്സഷൻ. എന്താണ് ഹൈഡ്രാർക്ക് സക്സഷൻ? Succession takes place in wetter area is called hydrarch succession. ഹൈഡ്രാർക്ക് സക്സഷൻ നമ്മൾ ഹൈഡ്രോസിയർ എന്നും പറയാറുണ്ട്. ഹൈഡ്രാർക്ക് സക്സഷൻ എന്ത് പറയാറുണ്ട്? ഹൈഡ്രോസിയർ എന്നും പറയാറുണ്ട്. സ്റ്റേജസ് ഇൻ എ ഹൈഡ്രാർക്ക് സക്സഷൻ നോക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വെറ്റർ ഏരിയയിലാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഹൈഡ്രാർക്ക് സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ഒരു ന്യൂലി ക്രിയേറ്റഡ് പോണ്ട് ഉണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്കൂ. വെറ്റർ ഏരിയ ആണല്ലോ, അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യണം? ഒരു സക്സഷൻ, ഒരു ബയോട്ടിക് കമ്മ്യൂണിറ്റി, ഒരു സ്പീഷീസ് കോമ്പോസിഷൻ ഉണ്ടാകണം, ഒരു ബയോട്ടിക് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യണം. നോക്കൂ, there are 7 important stages in hydrarch succession. ഹൈഡ്രാർക്ക് സക്സഷനിൽ 7 ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. ഓരോന്നായിട്ട് നോക്കൂ. ആദ്യത്തേത് ഫൈറ്റോ പ്ലാങ്ക്ടൺ സ്റ്റേജ്. രണ്ടാമത്തേത് ഏതാണ്? റൂട്ടഡ് സബ്മേർജ്ഡ് സ്റ്റേജ്. മൂന്നാമത്തേത് ഫ്രീ ഫ്ലോട്ടിംഗ് സ്റ്റേജ്. നാലാമത്തേത് റീഡ് സ്വാമ്പ് സ്റ്റേജ്. അഞ്ചാമത്തേത് മാർഷ് മെഡോ സ്റ്റേജ്. 6th one സ്ക്രബ് സ്റ്റേജ് ആൻഡ് 7th one ഫോറസ്റ്റ് സ്റ്റേജ്. നിങ്ങളുടെ പുസ്തകത്തിലെ ഹൈഡ്രാർക്ക് സക്സഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് കാണിച്ചിരിക്കുന്ന ഒരു ഡയഗ്രമാണിത്. നോക്കൂ, ആദ്യത്തെ സ്റ്റേജ് ഏതാണ്? ഫൈറ്റോ പ്ലാങ്ക്ടൺ സ്റ്റേജ് അല്ലേ. വെറുതെ ഒരു ന്യൂലി ക്രിയേറ്റഡ് ഒരു പോണ്ട് കിടന്നാൽ, ഒരു വാട്ടർ ഏരിയ ഉണ്ടായാൽ അവിടെ ആദ്യം വരുന്നത് മൈക്രോസ്കോപ്പിക്കായിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും. മൈക്രോസ്കോപ്പിക്കായിട്ടുള്ള അക്വാട്ടിക് പ്ലാന്റ്സിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു വെറ്റർ ഏരിയയിൽ ആദ്യമായി ഡെവലപ്പ് ചെയ്യുന്ന പ്ലാന്റ് സ്പീഷീസ് ഏതാണ്? ഫൈറ്റോ പ്ലാങ്ക്ടൺ ആണ്.
ഫൈറ്റോ പ്ലാങ്ക്ടൺസ് വരുന്നു കഴിഞ്ഞാൽ ഇത് കുറേ കഴിയുമ്പോൾ അതിൻ്റെ ഡെത്ത് ആൻഡ് ഡീക്കേ നടക്കും. ക്ലിയർ വാട്ടർ ആയിരുന്നു, അതിൻ്റെ അടിയിൽ മഡൊന്നും തന്നെയില്ല, സ്ലിറ്റോ മഡോ ഒന്നുമില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺസിൻ്റെ ഡെത്ത് ആൻഡ് ഡീക്കേ കൊണ്ട് കുറച്ച് ഓർഗാനിക് മാറ്റർ ഉണ്ടാകുകയും അറ്റ് ദ ബോട്ടം ഓഫ് ദി പോണ്ട് ദർ ഡെവലപ്പ് സോഫ്റ്റ് മഡ് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ സോഫ്റ്റ് മഡ് ഉണ്ടാകുന്നു. ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺസിൻ്റെ ഡെത്ത് ആൻഡ് ഡീക്കേ കൊണ്ട് കുറച്ച് ഓർഗാനിക് മാറ്ററും കൂടി അക്യൂമുലേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു കണ്ടീഷൻ ഫേവേഴ്സ് ദ ഗ്രോത്ത് ഓഫ് ദ നെക്സ്റ്റ് സ്റ്റേജ്. ദാറ്റ് ഈസ് ഏത് സ്റ്റേജാണ്? സബ്മേർജ്ഡ് പ്ലാന്റ് സ്റ്റേജ്. സബ്മേർജ്ഡ് പ്ലാന്റ്സ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഏതൊക്കെയാണ് സബ്മേർജ്ഡ് പ്ലാന്റ്സിന് എക്സാമ്പിൾസ് അറിയോ? ഹൈഡ്രില്ല, വാലിസ്നേറിയ, അങ്ങനെയൊക്കെയുള്ള സബ്മേർജ്ഡ് അപ്പോൾ ആ സബ്മേർജ്ഡ് പ്ലാന്റ്സ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിൻ്റേതായ കണ്ടീഷൻസ് ആ പോണ്ടിൽ ക്രിയേറ്റ് ചെയ്യപ്പെടണം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തത് ഏതാണ്? സബ്മേർജ്ഡ് പ്ലാന്റ് സ്റ്റേജ്. ഇനി മൂന്നാമത്തെ കമ്മ്യൂണിറ്റി ഏതാണ്? ഫ്രീ ഫ്ലോട്ടിംഗ് പ്ലാന്റ് സ്റ്റേജ് അല്ലേ? ഇതുപോലെ സംഭവിക്കും. മോർ ആൻഡ് മോർ സ്ലിറ്റ് ഫോംഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ പോണ്ട്. സോയിൽ ഫോർമേഷൻ നടക്കും. മോർ ആൻഡ് മോർ സ്ലിറ്റ് മഡ് അക്യൂമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ പറയുന്ന സബ്മേർജ്ഡ് പ്ലാന്റ്സും ഫൈറ്റോ പ്ലാങ്ക്ടൺസും ഒക്കെ എന്ത് ചെയ്യും? ഡെത്ത് ആൻഡ് ഡീക്കേ കഴിഞ്ഞ് അവയുടെ ഓർഗാനിക് മാറ്ററും അക്യൂമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്ത് സംഭവിക്കും? കുറച്ചുകൂടി ഫേവർ ചെയ്യുന്ന പുതിയൊരു സ്പീഷീസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ആ കണ്ടീഷൻസ് ഫേവർ ചെയ്യുന്ന ഒരു പുതിയ സ്പീഷീസ് എന്ന് പറയുന്നത് ഏതാണ്? സബ്മേർജ്ഡ് ആൻഡ് ഫ്രീ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ആയിരിക്കും. അപ്പം നിലംബിയം, നിംഫയ, ഈ ചെടികളൊക്കെ എന്താണ്? ആങ്കേർഡ് പ്ലാന്റ്സ് ആണ്. മഡിൽ അതിൻ്റെ റൂട്ട് ഫിക്സ് ചെയ്യും, പക്ഷേ അതിൻ്റെ ലീഫ് എന്ത് ചെയ്യും? പോണ്ടിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അല്ലാതെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന പ്ലാന്റ്സും ഉണ്ടാകാം. ഏതൊക്കെയാണ്? ഐക്കോർണിയ, അങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഫ്ലോട്ട് ചെയ്ത് വരാറുണ്ട്. അപ്പോൾ കണ്ടീഷൻസ് ഫേവർ ആകുന്നതിനനുസരിച്ച് സ്പീഷീസ് കോമ്പോസിഷൻ മാറി മാറി വരികയാണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേജ് ഏതാണ്? സബ്മേർജ്ഡ് ഫ്രീ ഫ്ലോട്ടിംഗ് സ്റ്റേജാണ് മൂന്നാമത്തെ സ്റ്റേജ്. അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കും? നാലാമത്തെ സ്റ്റേജ് ഉണ്ടാകും. ഈ പറയുന്നത് പോലെ ഓരോ സ്റ്റേജിൽ നിന്നും അടുത്ത സ്റ്റേജിലോട്ട് ട്രാൻസിഷൻ സംഭവിക്കുമ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഓർഗാനിക് മാറ്ററിൻ്റെ അളവ് കൂടുകയും പോണ്ടിൻ്റെ അടിത്തട്ടിൽ മണ്ണിൻ്റെ അളവ് കൂടുകയും ചെയ്യും. മണ്ണിൻ്റെ അളവും ഓർഗാനിക് മാറ്ററിൻ്റെ അളവും കൂടുമ്പോൾ സ്വാഭാവികമായും എന്ത് കുറയും? വാട്ടർ കണ്ടൻറ്റ് എന്ത് ചെയ്ത് വരും? വാട്ടറിൻ്റെ ലെവല് കുറഞ്ഞു വരും. അപ്പോൾ നാലാമതൊരു സ്റ്റേജ് ഡെവലപ്പ് ചെയ്യും. അതേതാണ്? റീഡ് സ്വാമ്പ് സ്റ്റേജ്. ടൈഫ പോലെയുള്ള ചില ചെടികൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. റീഡ് സ്വാമ്പ് സ്റ്റേജാണ് നാലാമത്തെ സ്റ്റേജ്. എഗൈൻ മോർ ആൻഡ് മോർ സോയിൽ ആർ അക്യൂമുലേറ്റഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദി പോണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റീഡ് സ്വാമ്പ് സ്റ്റേജിൽ അവിടെ കാണുന്ന ചെടികൾ ഹൈ ട്രാൻസ്പിറേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ആ പോണ്ടിലുള്ള വെള്ളത്തിൻ്റെ അളവ് പതുക്കെ റെഡ്യൂസ് ചെയ്ത് വരും. റെഡ്യൂസ് ചെയ്ത് വന്നിട്ട് അടുത്ത ഒരു സ്റ്റേജിന് ഫേവർ ചെയ്യും ആ സ്ഥലം. അപ്പോൾ അതെന്താ? അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് മാർഷ് മെഡോ സ്റ്റേജാണ്. പുതിയ കുറേ ഇനം ചെടികളുണ്ടാകും. അതായത് വെള്ളത്തിൻ്റെ അംശം വളരെ കുറഞ്ഞൊരു മാർഷി ഏരിയ പോലെ ആക്ട് ചെയ്യും. അപ്പോൾ അവിടെ ആ മാർഷി ഏരിയാസിൽ വളരാൻ അനുയോജ്യരായിട്ടുള്ള ചെടികളായിരിക്കും പിന്നീടുണ്ടാകുന്നത്. അതായത് അടുത്ത സ്റ്റേജ് ഏതാണ്? മാർഷ് മെഡോ സ്റ്റേജ്. മാർഷ് മെഡോ സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് ഏതാണ്? സ്ക്രബ് സ്റ്റേജ് അല്ലേ? കുറ്റിച്ചെടികളുണ്ടാകും. സ്ക്രബ് സ്റ്റേജ് കഴിഞ്ഞാൽ ദ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് സ്റ്റേജ്. നോക്കൂ, സക്സഷൻ സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ്? പോണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ഏത് സ്റ്റേജിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്? ഫസ്റ്റ് സ്റ്റേജ് ഏതായിരുന്നു? ഫൈറ്റോ പ്ലാങ്ക്ടൺ സ്റ്റേജ് ആയിരുന്നു. ഫൈറ്റോ പ്ലാങ്ക്ടൺ സ്റ്റേജ് കഴിഞ്ഞ് രണ്ടാമത്തെ റൂട്ടർ സബ്മേർജ്ഡ് സ്റ്റേജായി. സക്സഷനിലെ രണ്ടാമത്തെ സ്പീഷീസ് കമ്മ്യൂണിറ്റി. അത് കഴിഞ്ഞ് ഫ്രീ ഫ്ലോട്ടിംഗ് പ്ലാന്റ് സ്റ്റേജ് വന്നു. നാലാമത്തെ സ്റ്റേജ് റീഡ് സ്വാമ്പ് സ്റ്റേജ്. അത് കഴിഞ്ഞ് മാർഷ് മെഡോ സ്റ്റേജ്, ദെൻ സ്ക്രബ് സ്റ്റേജ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജ് ഏതാണ്? ഫോറസ്റ്റ് സ്റ്റേജ്. സോ ദ ഫൈനൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഏതാണ്? ഫോറസ്റ്റ് ആണ് ഫൈനൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസ് ഇൻ ഹൈഡ്രാർക്കിക് സക്സഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
The important stages in hierarchical succession. There are 7 stages in hierarchical succession. They are phytoplankton stage, submerged plant stage, submerged free floating stage, reed swamp stage, marsh meadow stage, scrub stage and forest stage. ഇതിൽ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത സ്പീഷീസിനെ ഹൈഡ്രാർക്കൽ സക്സഷനിലെ ഫസ്റ്റ് സ്പീഷീസ് ഏതായിരുന്നു? ആദ്യമായി കോളനൈസ് ചെയ്ത സ്പീഷീസ് ഏതാണ്? യെസ്, ഫൈറ്റോപ്ലാങ്ക്ടൺസ് അല്ലേ? ഈ ആദ്യമായി കോളനൈസ് ചെയ്യുന്ന ഒരു സക്സഷനിൽ ആദ്യമായിട്ടുണ്ടാകുന്ന സ്പീഷീസിന് നമ്മൾ പറയുന്ന പേരാണ് പയനീർ സ്പീഷീസ്. എന്താണ് പയനീർ സ്പീഷീസ്? സ്പീഷീസ് ദാറ്റ് ആർ ഫസ്റ്റ് ടു കോളനൈസ് ഇൻ സക്സഷൻ ഈസ് കോൾഡ് പയനീർ സ്പീഷീസ്. അപ്പോൾ ഒരു ഹൈഡ്രാർക്കൽ സക്സഷനിലെ പയനീർ സ്പീഷീസ് ഏതാണ്? ഫൈറ്റോ പ്ലാങ്ക്ടൺസ്. അതുപോലെ ദ ഫൈനൽ കമ്മ്യൂണിറ്റി ഏതാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഫൈനൽ കമ്മ്യൂണിറ്റി ഏതാണ് ഹൈഡ്രാർക്കൽ സക്സഷനിലെ? യെസ്, ഫോറസ്റ്റ് സ്റ്റേജ് അല്ലേ? ഈ ഫൈനൽ സ്റ്റേബിൾ കമ്മ്യൂണിറ്റിയെ പറയുന്ന പേരാണ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി. എൻവയോൺമെൻറ്റുമായിട്ട് ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരുന്ന, എൻവയോൺമെൻറ്റിന് ഇനി ചേഞ്ചസ് ഒന്നും ഇല്ല എങ്കിൽ ഇതാണ് ദ ഫൈനൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ആ ഫൈനൽ കമ്മ്യൂണിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി. അപ്പോൾ എന്താണ് പയനീർ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ? ദ ഫസ്റ്റ് സ്പീഷീസ് കോളനൈസ് ഇൻ സക്സഷൻ ഈസ് കോൾഡ് പയനീർ സ്പീഷീസ്. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രാർക്കൽ സക്സഷനിലെ പയനീർ സ്പീഷീസ് ആരാണ്? യെസ്, ഫൈറ്റോപ്ലാങ്ക്ടൺസ്. എന്താണ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി? ദ ഫൈനൽ സ്റ്റേബിൾ കമ്മ്യൂണിറ്റി ഇൻ എ സക്സഷൻ ഈസ് കോൾഡ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി. ഒരു കണ്ടീഷൻ ഉണ്ട്, ആസ് ലോങ് ആസ് ദ എൻവയോൺമെൻറ്റ് റിമൈൻ അൺചേഞ്ച്ഡ്. എൻവയോൺമെൻറ്റ് അൺചേഞ്ച്ഡ് ആയിരുന്നാൽ ഉണ്ടാകുന്ന ഫൈനൽ സ്റ്റേബിൾ കമ്മ്യൂണിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി. അങ്ങനെയാണ് എങ്കിൽ ഒരു ഹൈഡ്രാർക്കൽ സക്സഷനിലെ ഫൈനൽ കമ്മ്യൂണിറ്റീസ് ഏതാണ്? ഫൈനൽ കമ്മ്യൂണിറ്റി ഏതാണ്? ഫോറസ്റ്റ് സ്റ്റേജ് ഈസ് ദ ഫൈനൽ കമ്മ്യൂണിറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു ഫൈറ്റോപ്ലാങ്ക്ടണിനെ നമ്മൾ പയനീർ സ്പീഷീസ് എന്നും ഏറ്റവും അവസാനത്തെ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയെ ഏറ്റവും അവസാനത്തെ ഫോറസ്റ്റ് കമ്മ്യൂണിറ്റിയെ നമ്മൾ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്നും പറഞ്ഞു അല്ലേ? ഇതിനിടയ്ക്ക് കുറേ സീക്വൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഇല്ലായിരുന്നോ? ഈ ഓരോ സീക്വൻസ് ഓഫ് കമ്മ്യൂണിറ്റിയെയും ഒരു ഫൈറ്റോപ്ലാങ്ക്ടൺ കഴിഞ്ഞ് വരുന്ന തൊട്ടടുത്ത ട്രാൻസിഷണൽ കമ്മ്യൂണിറ്റിയാണ് ഏത്? സബ്മേർജ്ഡ് പ്ലാന്റ് സ്റ്റേജ് അല്ലേ? അത് കഴിഞ്ഞ് വരുന്ന തൊട്ടടുത്ത ട്രാൻസിഷണൽ സ്റ്റേജ് ഏതായിരുന്നു? ഫ്രീ ഫ്ലോട്ടിംഗ് സ്റ്റേജ് അല്ലേ? ഈ ഓരോ ട്രാൻസിഷണൽ കമ്മ്യൂണിറ്റിയെയും നമുക്ക് സീറൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറയാം. എന്താണ് സീറൽ കമ്മ്യൂണിറ്റി? സീറൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ the transitional community in a succession is called serial community. ഫൈറ്റോപ്ലാങ്ക്ടൺ കഴിഞ്ഞ് വരുന്ന സബ്മേർജ്ഡ് കമ്മ്യൂണിറ്റി ഈസ് എ സീറൽ കമ്മ്യൂണിറ്റി. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് ട്രാൻസിഷണൽ കമ്മ്യൂണിറ്റി ആയ ഫ്രീ ഫ്ലോട്ടിംഗ് സ്റ്റേജ് ഈസ് എ സീറൽ കമ്മ്യൂണിറ്റി. അത് കഴിഞ്ഞ് വരുന്നത് റീഡ് സ്വാമ്പ് സ്റ്റേജ് ഈസ് എ സീറൽ കമ്മ്യൂണിറ്റി. അപ്പോൾ ഓരോ ട്രാൻസിഷണൽ കമ്മ്യൂണിറ്റി ഇൻ എ സക്സഷൻ ഈസ് കോൾഡ് സീറൽ കമ്മ്യൂണിറ്റി. ദ എൻറ്റയർ സീക്വൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഫൈറ്റോപ്ലാങ്ക്ടൺ തുടങ്ങി നമ്മുടെ ഫോറസ്റ്റ് സ്റ്റേജ് വരെയുള്ള ആ എൻറ്റയർ സീക്വൻസ് ഓഫ് കമ്മ്യൂണിറ്റീസിന് പറയുന്ന പേരാണ് സീർസ്. SERES, seeds. The entire sequence of communities in a succession is called seeds. Each transitional community is called serial community. ക്ലിയർ ആയോ പറഞ്ഞത്? ഇനി മറ്റൊരു കാര്യം, ഈ സക്സഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് വെറ്റർ ഏരിയയിൽ നിന്നായിരുന്നു അല്ലേ? അപ്പോൾ വെറ്റർ ഏരിയയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ അവസാനം ഫോറസ്റ്റിലാണ് വന്ന് അവസാനിച്ചത്. അതായത് ഹൈഡ്രാർക്കൽ സക്സഷൻ starts in wetter area, it progresses from hydric to mesic condition. വെള്ളത്തിൽ നിന്ന് തുടങ്ങി, ഹൈഡ്രിക് കണ്ടീഷനിൽ നിന്ന് തുടങ്ങി, പക്ഷേ എൻഡ് ചെയ്തത് എവിടെയാണ്? മീസിക് കണ്ടീഷനിലാണ്. അതായത് നെയ്തർ ഡ്രൈയുമല്ല വെറ്റുമല്ലാത്ത കണ്ടീഷൻ നമ്മൾ പറയുന്ന മീഡിയം വാട്ടർ കണ്ടീഷൻ, അതിന് പറയുന്ന പേരാണ് മീസിക് കണ്ടീഷൻ. അപ്പം ഹൈഡ്രാർക്കൽ സക്സഷൻ പ്രോഗ്രസ്സസ് ഫ്രം hydric and hydric to mesic condition. In hierarchical succession, hierarchical succession means succession starts in
wetter areas. അപ്പോൾ എന്തായിരിക്കും സീറാർക്ക് സക്സഷൻ? സക്സഷൻ സ്റ്റാർട്ട്സ് ഇൻ ഡ്രൈ ഏരിയ ഈസ് കോൾഡ് സീറാർക്ക് സക്സഷൻ. ഒരു എക്സാമ്പിൾ പറയാം. ബെയർ റോക്കിൽ സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് എങ്കിൽ അതിന് പറയുന്ന പേരാണ് സീറാർക്ക് സക്സഷൻ. ഒരു ഡ്രൈ ഹാബിറ്റാറ്റിൽ, ഒരു ഡ്രൈ ഏരിയയിൽ സക്സഷൻ സ്റ്റാർട്ട് ചെയ്താൽ ദാറ്റ് ഈസ് കോൾഡ് സീറാർക്ക് സക്സഷൻ. ഹൈഡ്രാർക്ക് സക്സഷനിൽ പറഞ്ഞതുപോലെ സീറാർക്ക് സക്സഷനും ദർ ആർ ഡിഫറെൻറ്റ് സ്റ്റേജസ്. നോക്കൂ, ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ക്രസ്റ്റോസ് ലൈക്കൻ സ്റ്റേജ്. ദ സെക്കൻഡ് വൺ ഈസ് ഫോളിയോസ് ലൈക്കൻ സ്റ്റേജ്. Crustose lichen, foliose lichen, third one moss stage, fourth one herbaceous stage, fifth one shrub stage and sixth one forest stage. ആദ്യം ഡെവലപ്പ് ചെയ്യുന്ന ലൈക്കനാണ്. അങ്ങനെയാണെങ്കിൽ ഈ സീറാർക്ക് സക്സഷനിലെ പയനീർ സ്പീഷീസ് ഏതാണ്? ദ ഫസ്റ്റ് കോളനൈസ് സ്പീഷീസ് ഏതാണ്? ലൈക്കൻസ്. So lichens are the pioneer species. Last stage ഏതാണ്? ഫൈനൽ കമ്മ്യൂണിറ്റി ഫോറസ്റ്റ്. സോ ദ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ഏതാണ്? ഫോറസ്റ്റ്. ക്ലിയർ ആയോ? അപ്പോൾ സീറാർക്ക് സക്സഷൻ ആണെങ്കിലും ഹൈഡ്രാർക്ക് സക്സഷൻ ആണെങ്കിലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. എന്താണ്? രണ്ട് സക്സഷനിലും ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഫോറസ്റ്റ് കമ്മ്യൂണിറ്റിയാണ്. സീറാർക്ക് സക്സഷൻ സ്റ്റാർട്ട്സ് ഫ്രം ഡ്രൈ ഏരിയ അല്ലേ? ഇറ്റ് പ്രോഗ്രസ്സസ് ഫ്രം ഡ്രൈ ഏരിയ ടു മീസി കണ്ടീഷൻ. ഡ്രൈ ഏരിയയിൽ നിന്ന് മീസി കണ്ടീഷനിലോട്ട് വന്നു. ഹൈഡ്രാർക്ക് സക്സഷൻ എങ്ങനെ വന്നു? വെറ്റ് ഏരിയയിൽ നിന്ന് ഡ്രൈ ഏരിയയിലോട്ട് വന്നു. പറഞ്ഞ് മനസ്സിലായോ? ഇതാണ് സക്സഷൻ. ഈ കാണിച്ചേക്കുന്നത് സീറാർക്ക് സക്സഷൻ്റെ ഒരു ഡയഗ്രമാണ്. ഒരു ബെയർ റോക്കിൽ ആദ്യം ലൈക്കൻസ് ഫോം ചെയ്യുന്നു. ലൈക്കൻ ഫോം ചെയ്ത് കഴിഞ്ഞ് തൊട്ടടുത്ത സ്റ്റേജ് മോസസ് ഫോം ചെയ്യുന്നു. അത് കഴിഞ്ഞ് പതുക്കെ ഹെർബേഷ്യസ് പ്ലാന്റ്സ് വരുന്നു. അത് കഴിഞ്ഞ് ഷ്രബ്സ് വരുന്നു. ഫൈനലി ഏത് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നു? ഫോറസ്റ്റ്. ഫൈനൽ സ്റ്റേബിൾ കമ്മ്യൂണിറ്റിയായ ഫോറസ്റ്റ് കമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് ഏതാണ്? ഇക്കോളജിക്കൽ സക്സഷൻ. ഇക്കോളജിക്കൽ സക്സഷൻ്റെ രണ്ട് ടൈപ്സ് ഓഫ് ഇക്കോളജിക്കൽ സക്സഷൻ നമ്മൾ മനസ്സിലാക്കി. പ്രൈമറി സക്സഷൻ ആൻഡ് സെക്കൻഡറി സക്സഷൻ. സക്സഷൻ ഓഫ് പ്ലാന്റ്സ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഹൈഡ്രാർക്ക് സക്സഷൻ ആൻഡ് സീറാർക്ക് സക്സഷൻ. നെക്സ്റ്റ് ഈസ് ആൻ അസൈൻമെൻറ്റ്. ഡിസ്ക്രൈബ് ഇൻ ബ്രീഫ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇക്കോളജിക്കൽ സക്സഷൻ. Describe in brief about the importance of ecological succession. The next one, draw a flow chart of hierarch and hierarch succession. Draw flow chart of hierarch and hierarch succession. Thank you.